സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണു നിറയിച്ച ഒരു കുറിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലെ കഞ്ഞി വെക്കുന്ന ചേച്ചിയുമായി ഉണ്ടായ ആത്മബന്ധത്തിൻ്റെ അനുഭവ കഥയാണ് ഈ ചെറുപ്പക്കാരൻ പങ്കുവെച്ചത്. ഒടുവിൽ വർഷങ്ങൾക്കു ശേഷം ആ ചേച്ചിയെ കണ്ടുപിടിച്ച് യുവാവ് കൊടുത്ത സർപ്രൈസ് കേട്ടാൽ ആരുടെയും കണ്ണൊന്ന് നിറയും. യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ്: എൻ്റെ ഈ തടിയില്ലേ, അത് ഈ ചേച്ചി വിളമ്പി തന്ന കഞ്ഞിയും പയറിൻ്റെയുമാ. അത് പറയാൻ എനിക്ക് നാണക്കേട് ഒന്നുമില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് കിട്ടിയ കഞ്ഞിയും പയറും മാത്രമായിരുന്നു ഒരു കാലത്ത് എനിക്കും അമ്മയ്ക്കും ആശ്രയം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശാന്തി ചേച്ചിയെ ആദ്യമായി കാണുന്നത്. ഞാൻ LP സ്കൂൾ കഴിഞ്ഞ് പുതിയ സ്കൂളിലേക്ക് മാറിയ സമയം ശാന്തേച്ചി ആയിരുന്നു സ്കൂളിൽ കഞ്ഞിയും പയറും വെക്കുന്നതും കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ. കഞ്ഞി കുടിക്കുന്ന പിള്ളേർക്കിടയിൽ എല്ലാ ദിവസവും രണ്ടാമതും പാത്രം നിറയെ കഞ്ഞി വാങ്ങി കുറച്ചു നേരം ഇരുന്നിട്ട് അതുകൊണ്ട് കളയുന്ന വികൃതി പയ്യനെ ശാന്തേച്ചി 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രണ്ടാമതും കഞ്ഞി വാങ്ങി അത് കഴിക്കാതെ പാത്രവുമായി ഇറങ്ങാൻ നേരം ശാന്തേച്ചി എന്നെ പൊക്കി എൻ്റെ കയ്യിൽ കുറച്ചു വേദനിക്കത്തക്ക വിധം പിടിച്ചു നിർത്തി. ശാന്തേച്ചി ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ പോരെ, എന്തിനാ മേടിച്ചിട്ട് പാഴാക്കി കളയുന്നത് എന്ന്. ശാന്തേച്ചി കൈയോടെ പിടിച്ചതിലുള്ള ഞെട്ടൽ കാരണമാണോ അതോ ബാക്കി പിള്ളേരൊക്കെ ഇത് കണ്ടതിലുള്ള നാണക്കേട് കാരണമാണോ എന്തോ എൻ്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞൊഴുകി. ഇത് കണ്ട് വിഷമം തോന്നിയ ശാന്തേച്ചി എന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി പറഞ്ഞു, ആഹാരമൊന്നും പാഴാക്കി കളയരുത് മോനെ, വേണ്ടുന്നത് മാത്രമേ കഴിക്കാവൂ എന്ന്. ശാന്തേച്ചി, ഞാനിത് വീട്ടിൽ പോയി കഴിക്കാൻ കൊണ്ടുപോകുന്നതാ. 10 വയസ്സുകാരൻ്റെ മറുപടി കേട്ട് അന്ന് കുറ്റബോധത്തോടെയുള്ള ശാന്തേച്ചിയുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചതാണ് എന്നെയും അമ്മയെയും. അമ്മ വീട്ടുജോലി ചെയ്താണ് എന്നെ വളർത്തിയത്. അന്നൊന്നും വീട്ടുജോലിക്ക് വലിയ ശമ്പളമൊന്നും കിട്ടുമായിരുന്നില്ല. ശ്വാസമുട്ടുള്ളത് കാരണം അമ്മയ്ക്ക് എന്നും ജോലിക്ക് പോകാനും കഴിയുമായിരുന്നില്ല. അമ്മയെ സഹായിക്കാനാണ് ഞാൻ കഞ്ഞി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത്. വയറു നിറയെ കഴിച്ച ശേഷം വീണ്ടും പാത്രം നിറയെ വാങ്ങും. എന്നിട്ട് പതിയെ ആരും കാണാതെ കൊണ്ടുപോയി വെള്ളം കളഞ്ഞ് അടച്ചു വെക്കും. അത്യാവശ്യം വലിയ പാത്രമായതുകൊണ്ട് അമ്മക്കും എനിക്കുമുള്ള ചോറുണ്ടാകും. അത് അങ്ങനെ ചെയ്യുന്ന ആ കാശ് മിച്ചം വെച്ച് പിടിച്ച് അമ്മ എനിക്ക് ഉണക്കമീൻ മേടിച്ചു തരും. അന്ന് ചുട്ടു കഴിച്ച ആ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും ഇന്നത്തെ അൽഫഹാമിനും ഷവായക്കും ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ല. അന്നു മുതൽ എനിക്ക് സ്കൂളിൽ നിന്നും കഞ്ഞി മോഷ്ടിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പാത്രം കൂടി കൊണ്ടുവന്നോ, കഞ്ഞി നിറച്ചു തരാമെന്ന് ശാന്തേച്ചി പറഞ്ഞു. അതുകൂടാതെ 10 മണിക്കുള്ള ആദ്യ ഇൻ്റർവെല്ലിന് സ്കൂളിലെ അടുക്കളയിലോട്ട് ചെന്നാൽ നല്ല ചൂട് പയറും കഴിക്കാൻ തരാമെന്ന് പറഞ്ഞു. എല്ലാത്തിനും പുറമെ ആരും അറിയാതെ വീട്ടിലേക്ക് വേണ്ട അരിയും പയറും എനിക്ക് തന്നു വിട്ടിട്ടുമുണ്ട് ശാന്തേച്ചി. അങ്ങനെ ഒരു 5-6 കൊല്ലം ശാന്തേച്ചി തന്ന കഞ്ഞിയും പയറിലുമാണ് എൻ്റെ വീട് പട്ടിണിയില്ലാതെ ഓടിയത്. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ ആ സ്കൂളിൽ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു. അതിനുശേഷം 2-3 വട്ടം മാത്രമാണ് ശാന്തേച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടമായിരുന്നു. ജീവിതം കയ്യെത്തിപ്പിടിക്കാനുള്ള ഓട്ടം. പല ജോലികൾ, പല വേഷങ്ങൾ, പല സ്ഥലങ്ങൾ. ആ ഓട്ടത്തിനിടയിൽ എപ്പോഴോ ഞാൻ ശാന്തേച്ചിയെ മറന്നു. അതിനിടയിൽ ഞാൻ സ്വന്തമായി ഒരു ചെറിയ കമ്പനി തുടങ്ങുകയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് കൂട്ടുകാരുമൊത്ത് ഒരു ടൂർ പോയിട്ട് നല്ല അടിപൊളി ഒരു പനിയുമായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പനി പിടിച്ച് ഞാൻ കിടപ്പിലാകുന്നത്. രാവിലെ മുഴുവൻ ഒന്നും കഴിക്കാതെ കിടന്ന എന്നെ കണ്ട അമ്മ രാത്രി ഒരു സ്പെഷ്യൽ സാധനവുമായി എൻ്റെ മുറിയിലേക്ക് എത്തി. കഞ്ഞിയും ഉണക്കമീൻ ചുട്ടതും. ആ ചൂട് കഞ്ഞിയുടെയും മീനിൻ്റെയും രുചി എന്നെ പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് കഞ്ഞിയും പയറുമായി കാത്തിരുന്ന ശാന്തേച്ചിയുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ദൈവമേ, ഞാൻ എങ്ങനെയാണ് ശാന്തേച്ചിയെ മറന്നത്? ഞാൻ ആ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എനിക്കൊരു സമാധാനവും കിട്ടിയില്ല. ആരോടാണ് ഇപ്പോൾ തിരക്കുക? എങ്ങനെയാ ഒന്ന് അന്വേഷിക്കുക? എൻ്റെ തല പുകയാൻ തുടങ്ങി. പലരോടായി അന്വേഷിച്ചു. ഒടുവിൽ ശാന്തേച്ചിയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു.
ഓട്ടോ തൊഴിലാളിയായിരുന്ന ശാന്തേച്ചിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഒരു മകനും മകളുമായിരുന്നു. മകളെ കെട്ടിച്ചുവിടാൻ വീടും സ്ഥലവും ബാങ്കിൽ വെച്ച് ലോൺ എടുത്തതിന് ജപ്തി ഭീഷണിയിലാണ് ഇപ്പോൾ. ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് സുഹൃത്തുക്കൾ വഴി ചോദിച്ചറിയാൻ കഴിഞ്ഞത്. പനി മാറിയ ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു. എന്നെ കാണുന്നത് ശാന്തേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. അതുമാത്രം പോരാ, ശാന്തേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ. ഞാൻ നേരെ ശാന്തേച്ചിയുടെ വീട് പണയത്തിൽ വെച്ച ബാങ്കിലേക്ക് വിട്ടു. അടുത്ത ആഴ്ച ജപ്തി ചെയ്യാനിരിക്കുകയാണത്രേ. അടക്കാനുള്ള മുഴുവൻ തുകയും അടച്ച് രസീത് കൈപ്പറ്റി. അതുമായി നേരെ ശാന്തേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു. ഒരു ചെറിയ 2 മുറി വീട്. ഞാൻ പോയി കതകിൽ മുട്ടി വിളിച്ചപ്പോൾ ശാന്തേച്ചി ഇറങ്ങി വന്നു. ശാന്തേച്ചിക്ക് വലിയ മാറ്റമൊന്നുമില്ല. കുറച്ചു പ്രായം വെച്ചിട്ടുണ്ട്, അത്ര തന്നെ. എന്നെ മനസ്സിലായോ എന്ന് ഞാൻ ചോദിച്ചു. മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്നെ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബാങ്കിൽ പണമടച്ചതിൻ്റെ രസീത് ശാന്തേച്ചിയുടെ നേരെ നീട്ടി. ബാങ്കിൻ്റെ പേരിലുള്ള പേപ്പർ കണ്ടപ്പോൾ ശാന്തേച്ചി ഉടനെ തന്നെ തൻ്റെ അവസ്ഥ വിവരിക്കാൻ തുടങ്ങി. മകന് ഗൾഫിലേക്ക് ജോലി ശരിയായിട്ടുണ്ടെന്നും അത് റെഡിയായാൽ ഉടൻ തന്നെ അടച്ചു തീർത്തോളാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടക്ക് കയറി, ഇത് ബാങ്കിൻ്റെ മുഴുവൻ തുകയും അടിച്ചതിൻ്റെ റെസിപ്റ്റ് ആണ് ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ ശാന്തേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ തുടർന്നു, ചേച്ചി പണ്ടു തന്ന കഞ്ഞിക്കും പയറിനും പകരമാണിതെന്ന് കരുതിയാൽ മതി. അത് പറഞ്ഞു നിർത്തിയതും ശാന്തേച്ചിയുടെ കണ്ണിലെ തിളക്കം എനിക്ക് കാണാനായി. അന്നത്തെ പോലെ ഞാൻ ചേച്ചിയൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. തീരുന്നതിന് മുന്നേ ശാന്തേച്ചി എന്നെ കെട്ടിപ്പിടിച്ചു